ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ക്ലാഷ് റിലീസസ് ആയി പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. 1988 ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 25, 26 തീയതികളിൽ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ തന്ത്രം എന്ന ചിത്രവും മോഹൻലാലിൻ്റെ ആര്യൻ എന്ന ചിത്രവുമാണ് ഈ എപ്പിസോഡിൽ ക്ലാഷ് റിലീസസ് ആയി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നു എന്നും ആരാണ് ക്ലാഷ് റിലീസുകളിൽ വിജയിച്ചു എന്നുള്ളതും നമുക്ക് നോക്കാം. 88 ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 25 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മമ്മൂട്ടിയുടെ തന്ത്രം. വെറ്ററൻ ഡയറക്ടർ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു. മമ്മൂട്ടി ജോർജ് കോര എന്ന അഡ്വക്കേറ്റിനെ വേഷം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രതീഷ്, ജഗന്നാഥ വർമ്മ, ഉർവശി, ജനാർദ്ദനൻ, അസീസ് തുടങ്ങി ജോഷിയുടെ സ്ഥിരം താരനിര തന്നെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി അതിമാനുഷ കഴിവുകളൊന്നുമില്ലാത്ത സാധാരണ വക്കീലിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച ഈ ചിത്രം മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ജനറൽ പബ്ലിക്കിനിടയിൽ മിക്സ്ഡ് വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിനിറങ്ങിയ മറ്റ് ചിത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു തന്ത്രത്തിന് പ്രേക്ഷകർ നൽകിയത്. 21 സെൻറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം റിലീസ് സെൻറ്ററുകളിൽ വെറും 50 ദിവസത്തിനടുത്ത് മാത്രമേ പ്രദർശിപ്പിച്ചുള്ളൂ. ഈ ചിത്രം സോളോ റിലീസായി വേറൊരു സമയത്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കിട്ടുമായിരുന്നു. തന്ത്രത്തിന് മുന്നേ മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച സംഘം എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്നാൽ തന്ത്രത്തിന് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് വമ്പൻ ചിത്രങ്ങളുടെ സാന്നിധ്യവും ചിത്രത്തിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറി. ഈ ചിത്രം സെൻട്രൽ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. സാമ്പത്തികമായി പരാജയപ്പെട്ട ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. 88 ഓണത്തിനോടനുബന്ധിച്ച് തിരുവോണ നാളായ ഓഗസ്റ്റ് 26 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മോഹൻലാലിന്റെ ആര്യൻ. ചിയേഴ്സിന്റെ ബാനറിൽ മോഹൻലാലും സെഞ്ചുറി കൊച്ചുമോനും നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. ടി ദാമോദരൻ രചന നിർവഹിച്ച ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രം മോഹൻലാലിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാവിധ ചേരുവകളും നിറഞ്ഞ ചിത്രമായിരുന്നു. സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ദേവനാരായണൻ എന്ന യുവാവ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബോംബെയിൽ എത്തിപ്പെടുന്നതും അധോലോകത്തിൽ പ്രധാനിയാവുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ആര്യൻ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. മോഹൻലാലിന്റെ സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് ആവുന്ന കാഴ്ചയായിരുന്നു 88 ഓണക്കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ബോളിവുഡ് നടൻ ശരത് സക്സേന വില്ലൻ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ രമ്യ കൃഷ്ണനായിരുന്നു നായികയായി എത്തിയത്. ശ്രീനിവാസൻ, ശോഭന, ഗോഗ കപൂർ, MG സോമൻ, ഇന്നസെന്റ്, മണിയൻപിള്ള രാജു, സുകുമാരി തുടങ്ങി വൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം റിലീസ് സെന്ററുകളിൽ 100 ദിവസം പിന്നിട്ട മോഹൻലാൽ ചിത്രമായിരുന്നു. രഘുകുമാർ സംഗീത സംവിധാനം നിർവഹിച്ച ആര്യനിലെ പൊന്മുരളി ഊതും കാറ്റ എന്ന ഗാനം 88 തന്നെ സൂപ്പർ ഹിറ്റായ ഗാനങ്ങളിലൊന്നായിരുന്നു. പ്രിയദർശന്റെ ആദ്യത്തെ ഫാമിലി ആക്ഷൻ എന്റർടൈനറായി വിശേഷിപ്പിക്കുന്ന ആര്യന്റെ വിജയം ബോളിവുഡ് നടനായ ശരത് സക്സേനയ്ക്കും കരിയറിൽ ഏറെ നേട്ടമാണ് ഉണ്ടാക്കിയത്. 21 സെൻറ്ററുകൾ റിലീസ് ചെയ്ത ആര്യൻ റിലീസ് സെൻറ്ററുകളിൽ 100 ദിവസത്തിന് മുകളിലാണ് പ്രദർശിപ്പിച്ച് വൻ വിജയം കൊയ്തത്. ആകെ സമ്മർ നോക്കുമ്പോൾ 88 ഓണത്തിനിറങ്ങിയ ക്ലാഷ് റിലീസുകളിൽ വിജയം മോഹൻലാലിനായിരുന്നു. ആര്യൻ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയപ്പോൾ തന്ത്രം പരാജയമായി മാറി. ഇത്രയുമാണ് മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി ക്ലാഷ് റിലീസസിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.